ആരിവർ രാജനോടൊപ്പമായി പന്തിരിപ്പതു സത്യസഭ. ആരിവർ രാജനോടൊപ്പമായി പന്തിരിപ്പതു സത്യസഭ. പൊന്നേശു തമ്പുര ചിന്തിയ രക്തത്തിൽ ഫലമം വിശുദ്ധ കൂട്ടമത്രേ. പൊന്നേശു തമ്പുര ചിന്തിയ രക്തത്തിൽ ഫലമം വിശുദ്ധ കൂട്ടമത്രേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലെല്ലാം അങ്ങു തീർന്നു പോകും. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലെല്ലാം അങ്ങു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-28 തിരുവചന ഭാഗം വായിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഈ തിരുവചന ഭാഗത്ത് നിന്നുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ ദൈവമക്കളോട് പങ്കിടുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മനുഷ്യർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. മരണശേഷം മനുഷ്യൻ എവിടെയാണ്? മരണശേഷം ഒരു ജീവിതം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതു വിധത്തിലാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലോകത്തിൽ കണ്ടെത്താൻ കഴിയണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് തിരിഞ്ഞാൽ ഇതെല്ലാത്തിനും ഉത്തരം ലഭ്യമാകുവാൻ ഇടയാകും. ഈ വചനത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മൾ ഒന്നൊന്നായി ശ്രദ്ധ ചെലുത്തുവാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പലരും ചോദിക്കുന്ന ചോദ്യത്തിന് ഈ തിരുവചന ചിന്ത ഒരു ഉത്തരമായി മാറട്ടെ. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അനേകർ വിവിധ നിലകളിൽ ലോകത്തിലുണ്ട്. എന്നാൽ ക്രിസ്തു പറഞ്ഞത് അനുസരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലാണ് അവിടെയാണ് ഉത്തരം പലപ്പോഴും വേണ്ടതുപോലെ നൽകുവാൻ കഴിയാതെ നിലകൊള്ളുന്നത്. ഞാനൊരു യാഥാർത്ഥ്യം പറയാം. വിശുദ്ധ വേദപുസ്തകം കഴിഞ്ഞ നാളുകളിൽ ഞാനിത് ഓർപ്പിച്ചതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയപ്പോൾ രേഖപ്പെടുത്തി വെച്ചതല്ല. പരിശുദ്ധ ആത്മ നിയോഗം പ്രാപിച്ച് ദൈവാത്മാവ് പറഞ്ഞത് അനുസരിച്ച് രേഖപ്പെടുത്തിയതായ മാറ്റമില്ലാത്ത വചനമാണ് നമ്മുടെ കരങ്ങളിലുള്ള 66 പുസ്തകം എന്നുള്ള നിലയിൽ സത്യവേദ പുസ്തകമായി ദൈവം നൽകിയിരിക്കുന്നത്. ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങളെ വിശ്വസിക്കുന്ന
ഒരു വ്യക്തിയാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഈ വചനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഒന്ന് വിലയിരുത്തുവാൻ ഇടയാകട്ടെ. ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഒന്നും കൂടെ പ്രത്യാശയ്ക്ക് കാരണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യ ചിന്ത, ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. അത് ദൈവം നിയമിച്ചതാണെന്നാണ് പറയുന്നത്. സ്തോത്രം. ആര് നിയമിച്ചു? ദൈവം നിയമിച്ചു. മരണം ഈ ലോകത്തിൽ കടന്നതിന് വേദപുസ്തകം പറയുന്ന കൃത്യമായ ഉത്തരമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലാണ് ആ വാക്കുകൾ കിടക്കുന്നത്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അവിടെ ധനവാൻ എന്നോ ദരിദ്രൻ എന്നോ കുടുംബ മഹിമയുള്ളവൻ എന്നോ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ സകല മനുഷ്യരിലും മരണം പരന്നു കിടക്കുകയാണ്. അർത്ഥാൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന അന്നു മുതൽ ആ വ്യക്തി മരണത്തിലേക്ക് നടന്നു നീങ്ങുന്നു എന്നർത്ഥം. എന്ന് ജനനം നടന്നുവോ അന്ന് മുതൽ ആ വ്യക്തി മരണത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഇത് ആർക്കും മാറ്റിക്കൂടാത്ത, മാറ്റുവാൻ കഴിയാത്ത ഒരു സത്യമാണ്. ഇനി ഒരു പ്രയാസമുണ്ടായി, നമ്മൾ ഡോക്ടറെ കണ്ടെന്നിരിക്കട്ടെ, വിദഗ്ധരായ ഡോക്ടർമാർ നമുക്ക് ചുറ്റുമുണ്ടെന്നിരിക്കട്ടെ, അങ്ങനെ ഉണ്ടായാലും മരണദൂതൻ നമ്മുടെ അടുക്കലേക്ക് വന്നാൽ, ദൈവം നിശ്ചയിച്ചതായ സമയം കഴിഞ്ഞാൽ ആ വ്യക്തി ഈ ലോകം വിട്ട് പോയേ മതിയാകൂ. ആർക്കും അല്പം കഴിഞ്ഞിട്ട് വരാം എന്ന് പറയാൻ സാധ്യമല്ല. സ്തോത്രം. എന്നാൽ ആ മരണദൂതൻ നമ്മെ കയറി പിടിക്കുന്നതിന് മുൻപ് ദൈവമൊരുക്കിയതായ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ വരച്ചു കാട്ടുന്നതാണ് വിശുദ്ധ വേദപുസ്തകം. മരണശേഷം എന്തെങ്കിലും ക്രിയ ചെയ്തത് കൊണ്ട് സ്വർഗത്തിൽ അല്ലെങ്കിൽ പർദീസയിൽ ഒരു വ്യക്തി പോകില്ല. ഇത് തിരിച്ചറിയണം. സ്തോത്രം. മരണശേഷം പല ക്രിസ്തീയ മതങ്ങളും ചെയ്യുന്നതായ പ്രവർത്തികളുണ്ട്. സ്തോത്രം. അതിന് പലരും പറയുന്നതിന് അതിന്റെ കൃത്യത എനിക്കറിയില്ല. 40 ഉണ്ട്, അങ്ങനെ പലതുണ്ട്. സ്തോത്രം. പുതപ്പ് കിടന്ന സ്ഥലത്ത് പുതപ്പ് ഷീറ്റ് വിരിച്ചിടുന്നവരുണ്ട്. പിന്നെ ഓർമ്മ ദിവസം പലതും ചെയ്യുന്നവരുണ്ട്. പല നിലകളിൽ പലരും പലതും ചെയ്യുന്നു. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ വചനം പറയുന്ന അനുസരിക്കില്ല. ജീവിച്ചിരിക്കുമ്പോൾ ശരിയും തെറ്റും എന്ത് ചെയ്യില്ല, ചിന്തിക്കില്ല. ഞാൻ പോകുന്ന വഴി ശരിയാണോ എന്ന് നോക്കില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളോടും കേൾക്കുന്ന കേൾവിക്കാരോടും ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ദൈവാത്മാവെ വിളിച്ചു പറയുകയാ, നീ ജീവിച്ചിരിക്കുമ്പോൾ എടുക്കുന്നതായ തീരുമാനമാണ് നിന്റെ ജീവിതത്തിലെ ഭാവി ഭാഗധേയം നിർണയിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഏക മനുഷ്യനാൽ പാപം. സ്തോത്രം. ഏക മനുഷ്യനാൽ പാപം കടന്നു.
അതിന്റെ കൂടെ മരണവും കൂടപ്പിറപ്പായി വന്നു. ഇന്ന് ലോകത്തിലുള്ളൊരു പ്രത്യേകതയാണല്ലോ, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. അത് ഏറ്റവും ആദ്യം തുടങ്ങി വെച്ചത് തമ്പുരാനാ. പാപം ചെയ്തു, അതിന്റെ കൂടെ എന്ത് കിട്ടി? ഒന്നേ ചെയ്തുള്ളൂ, കൂടെ അവൻ ആഗ്രഹിക്കാതെ ഒന്നും കൂടെ എന്ത് ചെയ്തു? ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. അവിടേക്ക് ആളുകൾ എന്ത് ചെയ്യും? ഓടിയാ ചെല്ലുന്നത്. ഇവിടെ തമ്പുരാൻ പറയുന്നുണ്ട്, ഒന്നെടുത്താ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിനക്കൊന്ന് ഫ്രീ ആയിട്ടുണ്ട്. ആ വഴി കൂടിയാണ് അനേകരും ഓടുന്നത്. അത് വിടാൻ ആളുകൾക്ക് മനസ്സില്ല. സ്തോത്രം. ഇത് സംഭവിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം, 2:17. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഉൽപ്പത്തി 2:17. സ്തോത്രം. തിന്നുന്ന നാളിൽ നീ മരിക്കും. ഈ കൽപ്പന ദൈവം ആദ്യമായി മനുഷ്യവർഗത്തിന് കൊടുത്തു. ആ കൽപ്പനക്കെതിരായിട്ടാണ് ശത്രുവായ പൈശാചികൻ നീ മരിക്കില്ല എന്നും പറഞ്ഞ് എന്ത് ചെയ്തത്? ഉപായത്താൽ അമ്മച്ചിയെ വന്ന് കൈപ്പിടിയിൽ ഒതുക്കിയത്. സ്തോത്രം. സഹോദരിമാരെയാണ് പിശാച് ആദ്യം കൈക്കലാക്കുന്നത്. സ്തോത്രം. അവര് തന്നെയാണ് ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുന്നത്. സഹോദരന്മാരെക്കാളും കൂടുതൽ പ്രയോജനപ്പെടുന്ന നല്ലൊരു പങ്ക് സഹോദരിമാരാ. അവര് പ്രത്യക്ഷത്തിലൊന്നും കാണുന്നില്ലെന്നേ ഉള്ളൂ. സ്തോത്രം. കുരുത്തക്കേട് കാണിക്കാനും മിടുക്കർ അവര് തന്നെയാണ്. ചിരിച്ചു തള്ളേണ്ടതല്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യം കണ്ടത് ഒരു സഹോദരനല്ല, കല്ലറവാതിൽക്കൽ ദുഃഖത്തോടുകൂടെ കരഞ്ഞുകൊണ്ട് നിന്ന ഒരു സഹോദരിയാണ്. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യം കണ്ടത്. ഒന്നാമൻ കണ്ടില്ല, മാറിൽ ചാരിയവൻ കണ്ടില്ല, തേജസ് മറുരൂപമലയിൽ കണ്ടതായ യാക്കോബും കണ്ടില്ല. പിന്നെ ആര് കണ്ടു? അല്ലെങ്കിൽ ഒരു പൊട്ടിയെ പോലെ, ഒരു മോക്ഷിയെ പോലെ കല്ലറവാതിൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന മറിയ പ്രാണപ്രിയനെ കണ്ടു. ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവിക കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വീണ്ടും ദൈവിക ബന്ധത്തിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവം ഒരുക്കിയതായ ഒരു പദ്ധതി, അത് കാൽവറി ക്രൂശാണ്. ആ ക്രൂശിലേക്ക് അടുത്തു വന്നാൽ, സ്തോത്രം, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വചനത്തോട് ചേർന്ന് യാത്ര ചെയ്താൽ, ആമേൻ, ഈ നിയമിച്ചിരിക്കുന്നതായ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിയും എന്ന് ദൈവാത്മാവ് മുന്നറിയിപ്പ് നൽകുകയാണ്. യഥാർത്ഥമായ ആ മുന്നറിയിപ്പ് ഒരു ദൈവ പൈതൽ പലപ്പോഴും അവഗണിച്ച് യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണ് നല്ലൊരു പങ്ക്. എല്ലാവരും ഇല്ല, നല്ലൊരു പങ്ക്. ലോകർ എല്ലാവരും എന്ത് ചെയ്യുന്നു? അതിനെ അവഗണിച്ച് യാത്ര ചെയ്യുന്നു. സ്തോത്രം. ഞാൻ ഒന്നും കൂടെ കടത്തി പറയാം. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വളരെ നല്ല കാര്യമാണ്. പരിശുദ്ധയാത്മ അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞ് ഏതോ ഭാഷയിൽ സംസാരിക്കുന്നു, അതും നല്ലതാണ്. എന്നാൽ വ്യക്തിപരമായി ആത്മാവുമായൊരു ബന്ധം സ്ഥാപിക്കപ്പെടുന്നില്ല എങ്കിൽ
ആമേൻ. ഹല്ലേലൂയ. ക്രൂശിൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തിയതായ പ്രാണപ്രിയനുമായി ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുന്നില്ല എങ്കിൽ സ്തോത്രം നിത്യത പ്രാപിക്കും എന്ന് ആരും ചിന്തിക്കരുത്. ക്രിസ്തീയ മതങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ ആ പഠിപ്പ് കൊണ്ട് നടന്നതുകൊണ്ട് സ്വർഗത്തിലെത്തില്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു മതമല്ല, ക്രിസ്തു പഠിപ്പിച്ചത് ഒരു മാർഗമാണ്. എന്താണ്? ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, ഞാൻ മുഖാന്തരമല്ലാതെ ആരും 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 മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന ഏകനാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു മതമല്ല, ഒരു മാർഗമാണ്. ആ മാർഗത്തിന്റെ ഉടമസ്ഥനാരാണ്? ക്രിസ്തു തന്നെയാണ്. ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ക്രിസ്തു എവിടെ എത്തിയോ അവിടെ എത്താം. അതിൽ ക്രിസ്ത്യാനി എന്നില്ല. ഈ ഭൂമിയിലുള്ള ഒരു മതസ്ഥനും വ്യത്യാസമില്ല. ഏതു വ്യക്തിക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ വഴിയിലേക്ക് കയറി നിന്ന് കൂടെ യാത്ര ചെയ്യാം. കയറി നിന്ന് കൂടെ യാത്ര ചെയ്യണമെങ്കിൽ ദൈവവചന വ്യവസ്ഥ ജീവിതത്തിൽ പാലിക്കണം. പാലിക്കാതെ മുൻപോട്ട് പോയാൽ നിത്യത കണി കാണില്ല. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. തിരുവചനം പറയുന്ന വാക്കുകളിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്താം. ദൈവസ്നേഹത്തിന്റെ ഒരു പ്രദർശനമാണ് ക്രിസ്തുവും. അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ആമേൻ. സ്തോത്രം. ദൈവിക പദ്ധതി ബോധപൂർവം സ്വീകരിപ്പാൻ നാം തയ്യാറാകണം. എങ്ങനെ? പാപവഴിയിൽ സഞ്ചരിക്കുന്നതായ ഒരു വ്യക്തി യഥാർത്ഥ വഴിയെ കുറിച്ച് കേൾക്കുമ്പോൾ സുബോധത്തോടുകൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. ആമേൻ. ഇഷ്ടമനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം? ലോകപ്രകാരം ജീവിക്കാം. അത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ആമേൻ. ഇന്നൊരു പരിധി വരെ വേർപെട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന സമൂഹവും അതിനോട് ചേർന്ന ഒരു പരിധി വരെ പോകുന്നേ. പലതും വിട്ടേച്ച് വന്നവരാ. അപ്പോൾ പലതും എന്ത് ചെയ്യുക? കുഴപ്പമില്ലെന്നാ പറയുന്നത്. പക്ഷെ കുഴപ്പമുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ആമേൻ. ഞാൻ ഈ മാറ്റമില്ലാത്ത വചനം എന്തുകൊണ്ടാണ് പറയുന്നതിന്റെ കാരണം, ചില യാഥാർത്ഥ്യങ്ങൾ ദൈവാത്മാവ് വചനത്തിലൂടെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് ഇത് നിങ്ങളോട് പറയുന്നത്. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ബോധപൂർവം ഈ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് പാപവഴികളെ വിട്ട് ദൈവിക ബന്ധത്തിലേക്ക് അടുത്തു വരുവാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നീ ക്രിസ്ത്യാനി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ വചനപ്രകാരം ജീവിക്കാതെ വചനത്തോട് മറുതലിച്ച് ആയുസ് മുഴുവൻ നടന്നിട്ട് അവസാനം മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞാൽ പോകുകയില്ല കേട്ടോ. അതിനാണ് നമ്മുടെ കർത്താവ് രണ്ടുപേരുടെ അനുഭവത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ
വരച്ചു കാട്ടിയത്. ഒന്ന് ധനവാൻ, മറ്റൊന്ന് ലാസർ. യഥാർത്ഥത്തിൽ ധനവാൻ ഒരു നല്ല വ്യക്തിയാണ്, നല്ല വ്യക്തിയാണ്. രണ്ടുപേരും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പെന്തക്കോസുകാരാണ്. രണ്ടുപേരും അവർ രണ്ടുപേരും യഹൂദന്മാരാണ്. സ്തോത്രം. ഒന്ന് കൊണം പിടിച്ചവനും ഒന്ന് കൊണം പിടിക്കാത്തവനും. കൊണം പിടിച്ചവൻ പടിപ്പുരയ്ക്കൽ വ്രണം നിറഞ്ഞു കിടക്കുകയാണ്. കൊണം പിടിക്കാത്തവൻ സുഖലോലുവനായി ആഡംബരത്തോടുകൂടെ സുഖിച്ച് ജീവിക്കുകയാണ്. എന്നാൽ അവനൊരു മനസ്സുണ്ടായിരുന്നു, നാറുന്ന വ്യക്തിയെ പടിപ്പുരയ്ക്കൽ കിടത്താൻ. ഇന്നത്തെ പെന്തക്കോസുകാരാണെന്നുണ്ടെങ്കിൽ പുറംകാല് കൊണ്ട് തട്ടിക്കളഞ്ഞേനെ. ഒന്നിനെ പറ്റിയില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞേച്ച് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞേനെ. പക്ഷെ അങ്ങനെ ആര് പറഞ്ഞില്ല. സ്തോത്രം. ആമേൻ. എന്തെങ്കിലും അവന് കിട്ടിയിരുന്നു കാണണം, അതുകൊണ്ടാണ് അവിടെ കിടന്നിരുന്നത്. നായ്ക്കൾ വ്രണം നക്കിയിരുന്നു എന്നാ പറയുന്നേ. അപ്പൊ അല്പം നാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നാറുന്ന സാധനങ്ങൾ തിന്നാനാണല്ലോ ഈ പട്ടിക്ക് ഇഷ്ടം. അപ്പം അത് നാറ്റം അല്പമൊക്കെ ഇവൻ അതിൽ കൂടെ കിടക്കുമ്പോഴൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പടിപ്പുരക്കിലാണല്ലോ കിടക്കുന്നേ. സ്തോത്രം. മെയിൻ കവാടമായിരിക്കില്ല, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കവാടമാകണം. കാരണം ഇവൻ ആഡംബരത്തോടെ ജീവിക്കുന്നവനാ. ഒന്നിലധികം ആ വീട്ടിലേക്ക് കടക്കാനുള്ള കവാടം കാണാം. അപ്പോൾ പ്രധാന കവാടത്തിലല്ല, പടിപ്പുരയ്ക്കലാണ്. അപ്പൊ അതിന് മഴ നനയാതിരിക്കാൻ ചിലപ്പോൾ മേച്ചിൽ എന്തെങ്കിലും കാണാനും വഴിയുണ്ട്. അവിടെ കിടക്കുന്നവന് ഈ വേസ്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കാണാൻ വഴിയുണ്ട്. സ്തോത്രം. ഇന്നത്തെ കാലത്തെ പോലെ മോർച്ചറി കാണാൻ വഴിയില്ല. അപ്പം ബാലൻസ് വരുമ്പോൾ എന്നാൽ അവന് കൊടുത്തോ എന്ന് ആ വീട്ടിലുള്ള ഏതെങ്കിലും വേലക്കാരോട് പറഞ്ഞ് അവൻ അത് കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ ഈ ലാസർ അവിടെ കിടന്ന് അത് ഭക്ഷിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് ഭക്ഷിച്ചു കഴിഞ്ഞ് ബാലൻസ് ഉള്ള പട്ടിയായിരിക്കും തിന്നുന്നത്. അത് തിന്നു കഴിയുകയും ചെയ്യും, ഇവന്റെ വ്രണം നക്കുകയും ചെയ്യും. സ്തോത്രം. അത് നക്കുന്നത് അവനൊരു സുഖമായിരിക്കും. കാരണം തലോടി ഈ ഒരു വ്രണം ഉള്ളത് അതിങ്ങനെ പഴുത്തു നിൽക്കുമ്പോൾ അതിൽ പതുക്കെ ഒന്ന് ആരെങ്കിലും ഒന്ന് തലോടിയാൽ ഉണ്ടാകുന്ന ആശ്വാസം എന്ന് പറയുന്നത് ചില്ലറയല്ല, അതൊരു വലിയ ആശ്വാസമാണ്. അപ്പം ഇത് നക്കുമ്പം അവന് ഒരു സുഖം അവനും കിട്ടുന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ നായ്ക്കളുടെ പൂച്ചകളുടെയൊക്കെ നാക്കിന് ഒരു അരം പോലെ ഒരു ഇതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല, സയൻസ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, ആരും ചോദിക്കരുത്, എനിക്കതറിയില്ല. പക്ഷെ ഉണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ആ ഒരു സുഖം ഇത് പതുക്കെ എന്ത് ചെയ്യുമ്പം ഇത് നക്കുന്ന സമയത്ത് അവന് കിട്ടുന്നുണ്ടാകാം. ആമേൻ. ഹല്ലേലൂയ. നല്ല ഒരു മനസ്സ് ധനവാനുള്ളത് കൊണ്ട് അവൻ അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് അവനെ കിടത്തി. സ്തോത്രം. ആമേൻ. രണ്ടുപേരും മരണപ്പെട്ടു എന്ന കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്നേ. രണ്ടുപേരും മരിച്ചു. ഒരുവന് നല്ല ഒരു അടക്കം കിട്ടി. ആർക്ക്? ധനവാന്. ഒരുപക്ഷെ അവന്റെ വീട്ടിൽ വന്ന അവന്റെ അടക്കത്തിന് വന്ന എല്ലാവരും ഇങ്ങനെ ഒരുവനെ ഇവന്റെ പടിപ്പുരയ്ക്കൽ കെടുത്തിയിരുന്നു എന്ന് പറഞ്ഞ് ഇവനെ പുകഴ്ത്തി കാണും. ഒരു നല്ല പ്രവൃത്തിയാണ്, മറ്റാരും ചെയ്യാത്തതാണ് ഈ സഹോദരൻ ചെയ്തതെന്ന് അവന്റെ പേര് അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല കർത്താവ്. പറഞ്ഞു കാണാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അപ്പൊ ആളുകൾ അവന്റെ വീട്ടുകാരും സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ ഒന്ന് ഞെളിഞ്ഞു കാണാനും സാധ്യതയുണ്ട്. പക്ഷേ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അടക്കം കിട്ടി. ചെന്ന് ചേർന്ന സ്ഥലം ഭയാനകമായ ഇടമായിരുന്നു. അവൻ അവിടെ കിടന്നുകൊണ്ട് യാതന അനുഭവിക്കുമ്പോൾ മുകളിലേക്കൊന്ന് നോക്കി.
നോക്കിക്കഴിഞ്ഞപ്പോൾ അബ്രഹാമിനെയും അബ്രഹാമിന്റെ മടിയിൽ ലാസർ ഇരിക്കുന്നതും കാണുകയാണ്. അവിടെ അവൻ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. അബ്രഹാം പിതാവേ എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ യഹൂദനായതുകൊണ്ടാണ് അവൻ അത് വിളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹല്ലേലൂയ, ഇന്നത്തെ നിലയിൽ പെന്തക്കോസുകാരാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ ദൈവവചനത്തെ അനുസരിക്കാതെ ആഡംബരത്തോടുകൂടെ ജീവിക്കുന്ന പലരും യാതന സ്ഥലത്ത് കിടന്ന് നിലവിളിക്കും എന്നുള്ളൊരു സത്യം ഇന്ന് പകൽ മറക്കരുത്. അവിടെ കിടന്നുകൊണ്ട് ഹല്ലേലൂയ എന്റെ കർത്താവേ എന്ന് വിളിക്കും. പക്ഷെ വിളി കേൾപ്പാൻ ആരും ഉണ്ടാകില്ല. സ്തോത്രം. ഇവിടെ ഒന്നും കൂടെ തിരിച്ചറിയണം, നീ നന്മ ചെയ്യുന്നത് കൊണ്ട് സ്വർഗത്തിൽ പോകില്ല. വചനം പറയുന്നത് നിന്റെ നീതി പ്രവർത്തികളെല്ലാം കറപുരണ്ട തുണി പോലെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവിക ബന്ധത്തിൽ അടുത്തു വന്ന ദൈവമൈതൽ നീതി പ്രവർത്തികൾ ചെയ്യണം. അത് ചെയ്യുവാൻ ഒരു കടപ്പാട് ആർക്കുണ്ട്? ഒരു ദൈവ പൈതലിനുണ്ട്. എന്നാൽ നിന്റെ നീതി പ്രവർത്തി കൊണ്ട് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ദാനധർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് പുണ്യം കിട്ടില്ലല്ലേ? പുണ്യം കിട്ടണമെങ്കിൽ ഈ വചനപ്രകാരം നീ അടുത്തു വന്ന് ദാനധർമ്മങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് ദൈവാത്മാവ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വന്ന് കൊർന്നല്യോസിനോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും എവിടെ എത്തി? സ്വർഗത്തിൽ എത്തി. നീ എത്തിയിട്ടില്ല. നീ എത്തണമെങ്കിൽ ഹല്ലേലൂയ പത്രോസിനെ വരുത്തി അവൻ പറയുന്നത് കേൾക്കണം. മനസ്സിലാകുന്നുണ്ടോ? ധനവാൻ അവിടെ കിടന്ന് പറയുന്ന ഒരു പദമുണ്ട്, അബ്രഹാം പിതാവേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുകയാ. അത് കഠിനമായ വേദനയാ. അവനൊരു അപേക്ഷയായി അബ്രഹാമിനോട് പറയുകയാ, ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണം. ഇന്ന് വരെ ഒരു തുള്ളി വെള്ളം അവന് കിട്ടിയിട്ടില്ല. സ്തോത്രം. ദൈവത്തിന്റെ കൃപയാൽ എളിയവന്റെ ശുശ്രൂഷയിൽ പല സന്ദർഭങ്ങളിലും അന്ധകാര ശക്തി വെളിപ്പെട്ടു വരുമ്പോൾ വെള്ളം ചോദിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്പം വെള്ളം തരാമോ? ഞാൻ തിരിച്ചു ചോദിക്കും, പന്ന പിശാചേ, നിനക്കാണോ വേണ്ടത് അതോ ഈ വ്യക്തിക്കാണോ വേണ്ടത്? അപ്പം മിണ്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, പൈശാചിക ശക്തിക്ക് ഈ ഭൂമിയിൽ പ്രവർത്തിപ്പാൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ശരീരം ആവശ്യമാണ്. ശരീരമില്ലാതെ ആ പൈശാചിക ശക്തികൾക്ക് പ്രവർത്തിപ്പാൻ കഴിയില്ല. അത് പല നിലകളിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ, പലരിലും അത് കയറിക്കൂടും. വ്യക്തമായി വചനം പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ലെഗ്യോൻ ഗദദേശം കർത്താവിനോട് പറഞ്ഞു, സമയത്തിനു മുൻപേ ദണ്ഡിപ്പിപ്പാൻ നീ വന്നത് എന്തിനാ? അടുത്ത വാക്ക്, നീ എന്നെ പറഞ്ഞയക്കുന്നുവെങ്കിൽ, ഞങ്ങളെ പറഞ്ഞു വിടുന്നുവെങ്കിൽ ആ കാണുന്ന പന്നിക്കൂടത്തിലേക്ക് വിടണം. ആ കാണുന്ന സ്തോത്രം തമ്പുരാൻ പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. കടും തൂക്കത്തോടുകൂടെ എല്ലാം
ഹല്ലേലൂയ, വെള്ളത്തിൽ പോയി ചാകാനിടയായി. ആമേൻ. ഇവനെ കൊല്ലുവാൻ വേണ്ടിയാണ് ആ പൈശാചിക ശക്തി ഇവനിൽ കയറിക്കൂടിയത്. എന്നാൽ ദൈവത്തിന് അവനെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് ആ പിശാചിന് അവനെ വകവരുത്തുവാൻ കഴിഞ്ഞില്ല. ഇവിടെ നിന്നുകൊണ്ടൊരു ദൂത് വിളിച്ചു പറയാം. ഹല്ലേലൂയ, ശത്രുവായ പൈശാചികൻ ശക്തനാണ്, സത്യമാ. എന്നാൽ സർവശക്തനായ ദൈവം ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അന്ധകാര ശക്തി മുഴുവൻ ശക്തിയോടെ പ്രവർത്തിച്ചാലോ ആ വ്യക്തിയെ ഇല്ലാതെയാക്കുവാൻ കഴിയില്ല എന്ന് ഇപ്പോൾ പകല് ദൈവാത്മാവ് വിളിച്ചു പറയുകയാ. വചനം പറയുന്നത് അവന്റെ ശരീരത്തെ അവൻ ചതച്ചുകൊണ്ടിരുന്നു. വിലങ്ങ് വെച്ചാൽ ആ വിലങ്ങ് ഉരുമി അതിനെ ഇല്ലാതെയാക്കി കളഞ്ഞു. ആ ദേശത്തുകൂടെ ആ വഴിയിലൂടെ ഒരു മനുഷ്യനും പോകുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഉപദ്രവകാരിയായിരുന്നു. എന്നാൽ ദൈവിക സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ, എന്റെ കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ അന്ധകാര ശക്തി അട്ടിയറ പറഞ്ഞ് ആ വ്യക്തിയിൽ നിന്ന്, ആ ദേശത്ത് നിന്ന് ഈ ധൈര്യായി ആ ദേശം വിട്ടുപോയെന്ന് പറയുന്നേ. അവൻ അവകാശം പറഞ്ഞ ദേശം വിട്ടുപോയി. അവകാശം പറയുന്ന ഭവനം വിട്ടുപോകും. ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിൽ, ദൈവ പ്രവൃത്തിയുടെ മുൻപിൽ ഒരു അന്ധകാര ശക്തിക്ക്, ഒരു ശത്രുവിന്റെ വട്ടമില്ല നിൽപ്പാൻ കഴിയില്ല കേട്ടോ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്ധകാര ശക്തിയുടെ ജയം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് വചനം പറയുന്നതാ, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുകയാ. സ്തോത്രം, ചിതറിപ്പോകുകയാ. സ്തോത്രം. ജനത്തിന്റെ ആധിപത്യം നടത്തി വിടുകയില്ലെന്ന് വാദിച്ച വാദഗതികൾ മുടക്കി നിൽക്കുന്ന അന്ധകാര ശക്തിയെ ചിഹ്ന ഭിന്നമാകുവാൻ പോകുകയാ. ചിഹ്ന ഭിന്നമാകുവാൻ പോകുകയാ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ ജയമെടുക്കുന്നു. സ്തോത്രം, സ്തോത്രം. ദൈവമേ, നീ വെളിച്ചത്തിന്റെ പുറകെ നടന്ന, നീ വെളിച്ചമുള്ളവരായി തീർന്ന അന്ധകാര ശക്തിക്ക് നിന്റെ ഭവനത്തെ, നീ ആയിരിക്കുന്ന ദേശത്ത് അവന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. നീ ഹൃദയപൂർവം ഈ കർത്താവുമായി ബന്ധം പുലർത്തണം. തട്ടിപ്പ് വിടണം. ഹൃദയപൂർവം ഈ പ്രാണപ്രിയനോട് ചേർന്ന് നടന്ന, ഈ പ്രാണപ്രിയനുമായി ബന്ധം പുലർത്തിയ
അന്ധകാര ശക്തികൾ തകരുവാൻ തുടങ്ങും. തകരും, അത് നിശ്ചയമാണ്. കാരണം വെളിച്ചവും ഇരുട്ടും തമ്മിൽ കൂട്ടായ്മയില്ല. വെളിച്ചത്തിന്റെ ഉടമ നിന്നിൽ പ്രകാശിക്കുവാൻ തുടങ്ങിയാൽ ഇരുട്ടിന്റെ ഉടമ ഭവനം വിട്ടുമാറും, വ്യക്തികളെ വിട്ടുമാറും, നീ ആയിരിക്കുന്ന ദേശത്ത് നിന്ന് മാറും. അതുകൊണ്ട് മാറ്റമില്ലാത്ത വചനം പറയുന്നത് പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന കേൾവിക്കാരോട് ദൈവാത്മാവെ വിളിച്ചു പറയുകയാണ്, നന്മ ചെയ്തതുകൊണ്ട് സ്വർഗത്തിലെത്തില്ല കേട്ടോ. സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവവ്യവസ്ഥയോട് അടുത്തു വരണം. അതെങ്ങനെ അടുത്തു വരണം? ബോധപൂർവം അടുത്തു വരണം. നിന്നെ തന്നെ നീ പൂർണ്ണമായി സമർപ്പിക്കണം. സമർപ്പണം നടത്തിയാൽ വെളിച്ചത്തിന്റെ ഉടമ നിന്റെ അകത്തേക്ക് പ്രവേശിക്കും. ചവിട്ടിക്കയറി വരുന്നവരല്ല എന്റെ ദൈവം, ഇടിച്ചു കയറി വരുന്നവരല്ല എന്റെ ദൈവം. വാതിൽക്കൽ നിന്ന് മുട്ടും. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം. സ്വീകരിച്ചാൽ നീ പൂർണ്ണ ഇഷ്ടത്തോടുകൂടെ അവനെ കൈക്കൊണ്ടാൽ അവൻ നിന്നിൽ കർത്തൃത്വം നടത്തുവാൻ തുടങ്ങും, നിന്നെ കൈയേൽക്കുവാൻ തുടങ്ങും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഈ ചിന്തയിലൂടെ നമ്മൾ തുടർന്നും ചിന്തിച്ച് യാത്ര ചെയ്യും. ഈ വചന കേൾവി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകണം. ഒരു ദൈവിക പ്രവൃത്തിക്ക് ഹല്ലേലൂയ ഉടമകളാകുവാൻ ഇടയാകണം. മാനസാന്തരപ്പെടാത്തവര് മാനസാന്തരപ്പെടുവാൻ ഇടയാകണം. ആ നിലവാരത്തിലുള്ള ഒരു ദൈവകൃപ ഈ വചന കേൾവിയിൽ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാ. അതിന് മാറ്റമില്ല എന്ന് മാറ്റമില്ലാത്ത വചനം വിളിച്ചു പറയുന്നു. കരുണയുള്ള പിതാവേ, അപ്പച്ചന്റെ അടുക്കലേക്ക് ഞങ്ങൾ ഒരുമിച്ചെടുത്തു വരികയാ. അല്പസമയം മാറ്റമില്ലാത്ത വചനം ചിന്തിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയല്ലോ. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുക, അവിടുത്തെ ദയയ്ക്കായി സ്തോത്രം ചെയ്യുക, അവിടുത്തെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുക. കേൾവിക്കാരിൽ അവിടുത്തെ രൂപാന്തരം വരുത്തണം. ദൈവപ്രവൃത്തി കാണുവാൻ സഹായിക്കണം. മഹത്വം മുഴുവൻ കർത്താവിനാണ്. അങ്ങയുടെ കരങ്ങളിൽ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ലോ ദാദാ, ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.